ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ഗ്യാപ്പുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇടുമായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം മാനസികമായിട്ട് കുറേ ഡൗൺ ആയിപ്പോയി. അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവറായി വന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഓക്കെയാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. അപ്പം ഞാൻ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. ഞാൻ കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ കൂടുതലും യാത്രകളുടെ വീഡിയോ ഒക്കെയാണ് ചെയ്തിടാറ്. പക്ഷേ ഇപ്പോൾ യാത്രകളുടെ വീഡിയോ അല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്കൊരു കാര്യത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി. അതപ്പം ഞാൻ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഓർത്തിട്ട് അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർ കാസ്റ്റ് മാരേജിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ഇൻ്റർ കാസ്റ്റ് മാരേജ് കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇൻ്റർ കാസ്റ്റ് മാരേജ് കല്യാണം നടത്തിയവർക്ക് സർക്കാർ ഒരു ധനസഹായം നൽകുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇപ്പം എന്നെപ്പോലെ തന്നെ കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് മനസ്സിലാക്കാനും അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നോർത്താണ് കേട്ടോ. അപ്പം ഇൻ്റർ കാസ്റ്റ് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം ഒരു പരിധി വരെ ഇപ്പോഴും അംഗീകരിക്കാൻ മടിയാണ്. കാരണം ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ വളരെയധികം മടിയുള്ളൊരു കാര്യമാണ് നമുക്ക് ചുറ്റിനും നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. അപ്പം ഇതിനകത്ത് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലത്തിന് ശേഷമേ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 1 കൊല്ലത്തിനും 3 കൊല്ലത്തിനും ഇടയ്ക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് 75,000 രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത്. ഒരാൾ SC വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം, മറ്റൊരാൾ നോൺ SC ആയിരിക്കണം, മറ്റൊന്ന് വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയായിരിക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അറിയാനായിട്ട് ആദ്യമേ ചെന്ന് പട്ടികജാതി വികസന വകുപ്പിൽ ചെന്ന് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു ധാരണ നടത്തണം. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഓഫീസർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ വിവരങ്ങൾ തരും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് തന്നത് ഇതുപോലൊരു പേപ്പറാണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് പട്ടികജാതി വികസന വകുപ്പ് മിശ്ര വിവാഹം മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ധനസഹായം അനുവദിക്കാനുള്ള അപേക്ഷ. അതാണ് ഈ ഫോറത്തിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ പേര്, നമ്മുടെ ഹസ്ബൻഡിൻ്റെ പേര്, അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനു വേണ്ടി കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. ആദ്യം വേണ്ടത് 2 പേരുടെയും, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പം അത് നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്നിട്ട് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എടുക്കുക. അടുത്തത് വേണ്ടത് നമ്മുടെ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. കാരണം 1 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം നമ്മുടെ വരുമാനം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വരുമാനം തെളിയിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് എടുക്കണം. അടുത്തത് വേണ്ടത് നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ കോപ്പി അവിടെ ഹാജരാക്കണം. അടുത്തതായി വേണ്ടത് ഗസറ്റഡ് ഓഫീസറുടെ നമ്മൾ 1 കൊല്ലമായി ഒന്നിച്ചാണ് ജീവിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു രേഖയും വേണം. മറ്റൊരു കാര്യം കൂടി, 75,000 രൂപയായിരിക്കും നമുക്ക് അവർ ധനസഹായമായി നൽകുന്നത്. ഈ 75,000 രൂപ നമ്മൾ എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതിൻ്റെ ഉള്ള രേഖ അവരെ കാണിച്ചിരിക്കണം. ഇത് നമുക്കൊരു വരുമാനം തുടങ്ങാനുള്ള, ജീവിതമാർഗത്തിൽ എന്തെങ്കിലും വരുമാനം തുടങ്ങാനാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എടുത്ത് അതിൻ്റെ ഒരു രേഖ അവരെ കാണിക്കേണ്ടതാണ്. അത് നിർബന്ധമാണ്. പിന്നീട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ഒരാളെങ്കിലും ഒരാളുടെ നാട്ടിൽ നിന്നായിരിക്കും ഇത് കൈപ്പറ്റുന്നത്. അപ്പം മറ്റൊരാളുടെ, അതായത് ഇപ്പം ഭർത്താവിൻ്റെ നാട്ടിൽ നിന്നാണ് ഇത് കൈപ്പറ്റുന്നതെങ്കിൽ ഭാര്യയുടെ നാട്ടിൽ പോയി അവിടുത്തെ പട്ടികജാതി വികസന വകുപ്പിൽ കാര്യങ്ങൾ എഴുതി കൊടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പൈസ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള രേഖ അവിടെ തീർച്ചയായും കൊടുത്തിരിക്കണം. ഇത് മിക്കവർക്കും അറിയില്ല. അപ്പോൾ അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ പൈസ കിട്ടാനായിട്ട് താമസം വരും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ നമ്മുടെ മിശ്ര വിഭാഗത്തെപ്പറ്റി, അതിന് കിട്ടുന്ന ധനസഹായത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, എന്നോട് ക്ഷമിക്കുക. എനിക്കിങ്ങനെ ഫേസ് ടു ഫേസ് അധികം സംസാരിച്ചത്ര ഇതില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ആർക്കെങ്കിലും ഒക്കെ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരെ
ബൈ.